will arrive shortly on platform number 1. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരളത്തിലോട്ട് യാത്ര പോവുകയാണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിലുള്ള കുഴുത്തറ റെയിൽവേ സ്റ്റേഷനാണ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയി കാണും. നമ്മൾ അനന്തപുരം എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ട്രെയിൻ അനൗൺസ് ചെയ്തു, അപ്പോൾ ട്രെയിൻ വരാറായി. ഇത് ഓപ്പോസിറ്റ് ട്രെയിനാണ്, നാഗർകോവിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അനന്തപുരം എക്സ്പ്രസ് തൊട്ടടുത്ത് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കേരളത്തിലോട്ട് പോകുന്നത്. എൻ്റെ അമ്മയുടെ മരണശേഷം കേരളത്തിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല കേട്ടോ. വീട്ടിലേക്ക് പോകാനേ തോന്നില്ല. അച്ഛനുണ്ട്, 2 അനിയന്മാരുണ്ട്, ഒരു ഭാര്യമാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഒരു സന്തോഷമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെന്നിട്ടും കാണില്ല, തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഒരു വിഷമം ഇങ്ങനെ മനസ്സിൽ വിങ്ങി നിൽക്കും. അപ്പോൾ പോകാനൊരു ഉത്സാഹമില്ല. പക്ഷേ അത്യാവശ്യമായിട്ട് പോവേണ്ട 2 ചടങ്ങുകളുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 16-ൻ്റെ ചടങ്ങാണ് ഈ ഒരു മാർച്ച് 5-ാം തീയതി. അത് കഴിഞ്ഞ് 8-ാം തീയതി എൻ്റെ കുഞ്ഞമ്മയുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 16-ൻ്റെ ചടങ്ങിനാണ് പോകുന്നത്. അപ്പം നമ്മൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ 10 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ. അപ്പോൾ ചടങ്ങ് നടക്കുന്നത് ചേച്ചിയുടെ വീട്ടിൽ ഒരു രാത്രി ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അവിടെ പോയി ഇരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള കൊല്ലത്തുള്ള നമ്മളൊരു അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് ഒരു പാർക്കിലേക്ക് പോകണം. അവിടെ കുറച്ച് നേരത്തേക്ക് ഇരുന്നിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതേ ടിക്കറ്റ് എടുത്തു. ഫുള്ള് 24-ഉം അബിക്കുട്ടിന് 12 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ബിരിയാണി മേടിച്ചു. അത് കഴിഞ്ഞ് സ്നാക്സൊക്കെ മേടിച്ചിട്ട് അതിനകത്ത് പോയിട്ടോ. അപ്പോൾ നല്ല ഒരു പാർക്കാണ്, അത് നല്ല തണലൊക്കെ ഉള്ള ഇതുപോലെ സാധനങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അബിക്കുട്ടിനെ ബോട്ടിൽ കയറണമെന്ന് തോന്നി, അങ്ങനെയായിരുന്നു കരഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൽ ചാർജ് ചോദിച്ചപ്പോൾ 70 രൂപയാണ്. അത് കുറച്ച് ടൈമേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, കുട്ടികൾ പറയുമ്പോൾ നമ്മൾ അത് സാധിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ബോട്ടിൽ കയറ്റി. അത് കഴിഞ്ഞ് അവൻ നല്ലവണ്ണം എൻജോയ് ചെയ്തു. ആദ്യം ഒറ്റയ്ക്കല്ലായിരുന്നു, പിന്നെ വേറൊരു കൊച്ചു പെൺകുട്ടിയുടെ വന്നു കൂട്ടിനായിട്ട്. രണ്ടുപേരും നല്ലവണ്ണം എൻജോയ് ചെയ്തു. അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെയൊക്കെ കിടന്ന് കറങ്ങി കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്ഥലമാണ്, കാരണം നല്ല തണലും ഇരിക്കാനൊക്കെ നിറയെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഉച്ച ടൈമായി. ഞങ്ങൾ ഫുഡ് മേടിച്ചു കേട്ടോ. ബിരിയാണിയാണ് മേടിച്ചത്. അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചേട്ടൻ ആദ്യം കഴിച്ചു, അബിയും കഴിച്ചു, പിന്നെ അതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. അപ്പോഴത്തേക്കും കുഞ്ഞിനെ ചേട്ടൻ നോക്കിയിരുന്നു. യാത്രയൊക്കെ ചെയ്ത മുഖമൊക്കെ ആകെ ടയർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ അബിക്കുട്ടൻ എവിടെയൊക്കെ ചാടി കയറി എന്തൊക്കെ കളിക്കണം കയറണം എന്നൊക്കെ പറഞ്ഞത്. ഇതിനും 70 രൂപയാണ്, കുറച്ച് നേരത്തേക്ക് ഉള്ളൂ. അതിലും കയറി. പിന്നെ അവിടെ കാണുന്ന എല്ലാ കളിപ്പാട്ടങ്ങളും കയറി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞുവാവ് ഉറക്കമായി. അവനെ കൊണ്ട് ഞാനും ഒരു ഷെഡിൽ, അവിടെ ഒരു വിശ്രമ സ്ഥലമുണ്ട്, അവിടെ നിറയെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഞാനും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അതിനുശേഷം നമ്മൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഐസ്ക്രീം കഴിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞുവാവിനെ കൊണ്ടൊക്കെ പോയാൽ ശരിയാവത്തില്ല, നല്ല വെയിലുമുണ്ട്. അപ്പോൾ ബോട്ടിങ് തുടങ്ങാൻ സമയം ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരൊക്കെ. അപ്പം ഞങ്ങൾ പോയില്ല, അവിടെ പോയ സമയം പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അബിക്കുട്ടൻ ദേ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചടങ്ങൂരിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചടങ്ങ് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണി കഴിഞ്ഞിരുന്നു. രാത്രി 7 മണിക്കാണ് ചടങ്ങ്. അതുകൊണ്ട് തന്നെ ആരും വന്നതൊന്നുമില്ല. നമ്മൾ ചെന്നപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ വീട്ടിലോട്ട് കയറി. അപ്പോഴത്തേക്ക് ഇത് പുതിയ പാല് വെച്ച് കഴിഞ്ഞ വീടാണ് കേട്ടോ. അതിന് ശേഷമാണ് അവരെ അച്ഛൻ മരണപ്പെടുന്നത്. അങ്ങനെ നമ്മൾ പോയി ഫ്രഷ് ആയി കേട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാം. താങ്ക്